നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈസ് ഇൻഡ് ദർ, അതായത് ദർ ഈസ് നോ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ രൂപമാണ് ഈസ് ഇൻഡ് ദർ. ഇല്ല എന്നുള്ളതിന് ചോദ്യമാകുമ്പോൾ ഇല്ലേ എന്നാവും. അത് നമ്മൾ ഉണ്ട് എന്ന് പറയുകയാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് ഇല്ലേ എന്നുള്ള ചോദ്യം ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ദർ ഈസ് എന്നുള്ളതിൽ നിന്ന് തന്നെ നമുക്ക് ഈസ് ഇൻഡ് ദർ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു ടേബിളിന്മേൽ ഒരു പേനയുണ്ട്, അപ്പോൾ ടേബിളിന്മേൽ പേനയില്ലേ, അങ്ങനത്തെ ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടോ എന്നുള്ളതും ഇല്ലേ എന്നുള്ളതും രണ്ടും രണ്ടാണ്. അപ്പോൾ ഇല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ഈസ് ഇൻഡ് എന്നുള്ള ഫോർമുല. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ചെറിയ ക്ലാസ്സാണ്. ഇതിൽ പഠിക്കുന്നതിൻ്റെ ക്ലാസ് എടുക്കുന്നത് വളരെ കുറവായിരിക്കും, പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് വളരെ കൂടുതലായി പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നന്നായിട്ട് പഠിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യത്തേത് നോർമൽ സെൻറ്റൻസും പിന്നീട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ നമ്മളിപ്പോൾ പഠിക്കുന്ന ഭാഗമാണ്, അതായത് ഇതിൻ്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ രൂപം. ദർ ഈസ് ലവ് ഇൻ ഹർ ഐസ്, അവളുടെ കണ്ണിൽ സ്നേഹമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചോദ്യം നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ എങ്ങനെയാണ് ചോദ്യം വരിക? അവളുടെ കണ്ണിൽ സ്നേഹമില്ലേ എന്നാണ്. അതിനെങ്ങനെയാണ് നമ്മൾ ഉദാഹരണം ക്രിയേറ്റ് ചെയ്യുക? ദർ ഈസ് ലവ് എന്നാണ് പറഞ്ഞത്. അപ്പം ഈസ് ഇൻഡ് ദർ, ഇല്ലേ ലവ്, സ്നേഹമില്ലേ, ഇൻ ഹെർ ഐസ്, അവളുടെ കണ്ണിൽ. ഓക്കെ, അതേപോലെ ദർ ഈസ് പീസ്, സമാധാനമുണ്ട്, ആഫ്റ്റർ എവറി സ്റ്റോം, ഓരോ കൊടുങ്കാറ്റിന് ശേഷവും സമാധാനമുണ്ട്. അപ്പോൾ ഓരോ കൊടുങ്കാറ്റിന് ശേഷവും സമാധാനമില്ലേ എന്നാണ്. അപ്പോൾ ഇവിടെ എത്ര മനസ്സിലാക്കിയാൽ മതി? ദർ ഈസ് എന്നുള്ളതിനെ ഈസ് ഇൻഡ് ദർ എന്നാക്കുക. ഓക്കെ, വേറെ ഒന്നും മാറ്റാനില്ല. ഈസ് ഇൻഡ് ദർ പീസ് ആഫ്റ്റർ എവറി സ്റ്റോം. ദർ ഈസ് എനർജി ഇൻ ദി എയർ, എയറിൽ, അത് കാറ്റിൽ ഊർജമുണ്ട്. ഊർജമില്ലേ എന്ന് എങ്ങനെ പറയാം? ഈസ് ഇൻഡ് ദർ എനർജി ഇൻ ദി എയർ. അതുപോലെ ദർ ഈസ് ട്രൂത്ത് ഇൻ ദാറ്റ് സ്റ്റോറി, ആ സ്റ്റോറിയിൽ സത്യമുണ്ട്. ആ സ്റ്റോറിയിൽ സത്യമില്ലേ എന്നെങ്ങനെ പറയാം? ഈസ് ഇൻഡ് ദർ ട്രൂത്ത് ഇൻ ദാറ്റ് സ്റ്റോറി. അതുപോലെ ദർ ഈസ് കൈൻഡ്നെസ് ഇൻ ഹിസ് ഹാർട്ട്, അവൻ്റെ ഹൃദയത്തിൽ കൈൻഡ്നെസ് ഉണ്ട്, ദയയുണ്ട്. ദയയില്ലേ എന്നെങ്ങനെ പറയാം? ഈസ് ഇൻഡ് ദർ കൈൻഡ്നെസ് ഇൻ ഹിസ് ഹാർട്ട്. അടുത്തത് ദർ ഈസ് പവർ ഇൻ യുവർ വേർഡ്സ്, നിൻ്റെ വേർഡ്സിൽ, നിൻ്റെ വാക്കുകളിൽ ശക്തിയുണ്ട്. ശക്തിയില്ലേ എന്നെങ്ങനെ പറയും? ഈസ് ഇൻഡ് ദർ പവർ ഇൻ യുവർ വേർഡ്സ്. ദർ ഈസ് സൈലൻസ് ഇൻ ദി റൂം, റൂമിൽ സൈലൻസ് ഉണ്ട്. റൂമിൽ സൈലൻസിൻ്റെ ഇല്ലേ എന്നെങ്ങനെ പറയാം? ഈസ് ഇൻ ദർ സൈലൻസ് ഇൻ ദി റൂം. അതുപോലെ ദർ ഈസ് മാജിക് ഇൻ ദ മൊമെൻറ്റ്, ഈ നിമിഷത്തിൽ മാജിക് ഉണ്ട്. ഈ നിമിഷത്തിൽ മാജിക് ഇല്ലേ എന്നെങ്ങനെ പറയും? ഈസ് ഇൻ ദർ മാജിക് ഇൻ ദി മൊമെൻറ്റ്. ദർ ഈസ് ഫെയ്ത്ത് ഇൻ ഹെർ സ്മൈൽ, അവളുടെ പുഞ്ചിരിയിൽ വിശ്വാസമുണ്ട്. അവ വിശ്വാസമില്ല എന്നങ്ങനെ പറയാം? ഈസ് ഇൻ ദർ ഫെയ്ത്ത് ഇൻ ഹെർ സ്മൈൽ. അതുപോലെ ദർ ഈസ് ലൈഫ് ബിയോണ്ട് ഫിയർ, ഭയത്തിനപ്പുറം ജീവിതമുണ്ട്. ഭയത്തിനപ്പുറം ജീവിതമില്ലേ എന്നങ്ങനെ പറയും? ഈസ് ഇൻ ദർ ലൈഫ് ബിയോണ്ട് ഫിയർ. കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ നോക്കാം. ദർ ഈസ് എ കാർ വെയിറ്റിംഗ് ഔട്ട്സൈഡ്, പുറത്തൊരു കാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലേ, കാർ വെയിറ്റ് ചെയ്യുന്നില്ലേ എന്നെങ്ങനെ പറയും? ഈസ് ഇൻ ദർ എ കാർ വെയിറ്റിംഗ് ഔട്ട്സൈഡ്. ദർ ഈസ് എ ചാൻസ് ഓഫ് റെയിൻ ടുനൈറ്റ്, ഇന്ന് രാത്രി ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്ക് സാധ്യതയില്ലേ എന്നെങ്ങനെ പറയും? ഈസ് ഇൻ ദർ എ ചാൻസ് ഓഫ് റെയിൻ ടുനൈറ്റ്. ഇങ്ങനെ തന്നെ ഓരോ ഉദാഹരണം നോക്കാം. ദർ ഈസ് എ മെസ്സേജ് ഓൺ യുവർ ഫോൺ, നിൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് ഇല്ലേ എങ്ങനെ പറയും? ഈസ് ഇൻ ദർ എ മെസ്സേജ് ഓൺ യുവർ ഫോൺ. ഉണ്ട് എന്നാണ് ഇപ്പോൾ ദർ ഈസ് എ മെസ്സേജ് എന്ന് പറഞ്ഞാൽ. ദർ ഈസ് ആൻ ആൻസർ ടു എവറി പ്രോബ്ലം, ഓരോ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. അപ്പോൾ പരിഹാരമില്ലേ എന്ന് ചോദിക്കുകയാണ്. ഈസ് ഇൻ ദർ ആൻസർ ടു എവറി പ്രോബ്ലം. ദർ ഈസ് എ ബസ് എവറി 15 minutes, ഓരോ 15 മിനിറ്റിനും ഓരോ ബസ്സുണ്ട്. ഓരോ 15 മിനിറ്റിനും ഓരോ ബസ് ഇല്ലേ എങ്ങനെ പറയും? ഈസ് ഇൻ ദർ എ ബസ് എവറി 15 minutes. ഇങ്ങനെ തന്നെ ദർ ഈസ് എ ഷോപ്പ് ദാറ്റ് സെൽസ് ഓൾഡ് ബുക്സ്, ഓൾഡ് പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഷോപ്പ് ഇല്ലേ എന്നെങ്ങനെ പറയും? ഈസ് ഇൻ ദർ എ ഷോപ്പ് ദാറ്റ് സെൽസ് ഓൾഡ് ബുക്സ്. ഇനി ദർ ഈസ് എ സ്മൈൽ ഓൺ ഹെർ ഫേസ്, അവളുടെ മുഖത്ത് ഒരു സ്മൈലുണ്ട്. ഈസ് ഇൻ ദർ എ സ്മൈൽ ഓൺ ഹെർ ഫേസ്. ഓക്കെ, ഇനി ദർ ഈസ് ആൻ ഇമെയിൽ ഫ്രം ദി മാനേജർ, മാനേജറിൽ നിന്നും ഒരു ഇമെയിൽ ഉണ്ട്. ഇമെയിൽ ഇല്ലേ എന്നെങ്ങനെ പറയും? ഈസ് ഇൻ ദർ ആൻ ഇമെയിൽ ഫ്രം ദി മാനേജർ.
അതുപോലെ ദർ ഈസ് എ സ്ട്രേഞ്ചർ അറ്റ് ദ ഡോർ, വാതിൽക്കൽ ഒരു അപരിചിതനുണ്ട്. ഇല്ലേ എന്നെങ്ങനെ പറയും? ഈസിൻറ്റ് ദർ എ സ്ട്രേഞ്ചർ അറ്റ് ദി ഡോർ. അപ്പോൾ ഇതാണ് ഈസിൻറ്റ് എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രൂപം. നിങ്ങളെല്ലാവരും മിനിമം ഒരു 10 ഉദാഹരണമെങ്കിലും 2 ഉദാഹരണങ്ങളും എഴുതിയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.